തൃശ്ശൂരിൽ എന്താണ് സ്ഥിതി എന്ന് നമുക്ക് നോക്കാം. 13 നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശ്ശൂരുള്ളത്. അവിടുത്തെ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, അവർ ആരുടെ വിജയമാണ് അവർ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്നാണ്. തൃശ്ശൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ, ഫലം വരാനിരിക്കുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തൃശ്ശൂരിലെ ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. പ്രതീക്ഷ കോൺഗ്രസ് വരാൻ സാധ്യത. എന്താ കാര്യം, ഈ ലാസ്റ്റ് ടൈമിൽ ഭരണം ആകെ പ്രശ്നങ്ങളായി. അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് തന്നെ കൂടുതൽ വരാൻ സാധ്യത. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ തൂക്ക് മന്ത്രിസഭ വരാനാണ് സാധ്യത. അങ്ങനെ BJP ഒരു 20 സീറ്റോളം പിടിക്കുകയും ചെയ്താൽ, ഒരു 10 മുകളിൽ പിടിക്കുകയും ചെയ്താൽ, 10 തൊട്ട് 20 വരെ പിടിക്കുകയും ചെയ്താൽ എന്തായാലും തൂക്ക് മന്ത്രിസഭയായിരിക്കും. ഒന്നും വരാൻ പറ്റില്ല. ലെഫ്റ്റിൻ്റെ മുന്നേറ്റമാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന നേട്ടങ്ങൾ എന്നുള്ളത് ഏറ്റവും താഴെത്തട്ടിലെത്തിയിട്ടുണ്ട്. അനുഭവസ്ഥരാണ്. ആ കാരണം കൊണ്ട് ഭരണമാറ്റം എന്നുള്ളത് പൊതുവെ ഞാൻ നോക്കിയിട്ട് ഒരു സർവേയിലും കാണുന്നില്ല. ആ പ്രതിപക്ഷത്തിൽ തന്നെ അങ്ങനെ ഒരു ആവശ്യം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. പറഞ്ഞില്ല. അവരുടെ ഇതിലും അനുഭവം കൊണ്ട് തന്നെ അവർ അത് ഭരണമാറ്റം വേണം എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടില്ല. അത് കാരണം കൊണ്ടാണ് ഇടതുപക്ഷം കയറും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. തൃശ്ശൂർ ജില്ലയിൽ ഈക്വലായിരിക്കും മിക്കവാറും. എൻ്റെ കാൽക്കുലേഷനിൽ ടോട്ടൽ 13 സീറ്റിൽ ഒരു 6 സീറ്റ് UDFനും 7 സീറ്റ് LDFനും കിട്ടും. ഇലക്ഷൻ മൊത്തത്തിൽ എല്ലാവരുടെ അഭിപ്രായം ഞാൻ പറയാമല്ലോ, UDF ആണ് വരാൻ സാധ്യത. കാരണം ഒരു 99% അങ്ങനെയാണ് എൻ്റെ അഭിപ്രായത്തിൽ തോന്നുന്നത്. കാരണം ആൾക്കാർ പൊതുവെ ജനങ്ങൾക്കൊരു മടുപ്പ് വിചാരിച്ചിട്ടുണ്ട് ഈ ഭരണത്തിൽ. അപ്പോൾ രണ്ടാമത്തെ ഭരണമാണല്ലോ അവർ. മൂന്നാം ഭരണം അവർക്ക് സാധ്യത കുറവാണ്, 99%. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള പ്രതികരണം, ജനങ്ങളുടെ പ്രതികരണം, അതാണിപ്പോൾ പ്രേക്ഷകർ കേട്ടത്. തൃശ്ശൂർ ജില്ലയിൽ എന്താകും എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളത്തിൽ ആര് ഭരണം പിടിക്കും എന്നൊക്കെയുള്ള തങ്ങളുടെ പ്രതീക്ഷകൾ എന്താ എന്നത് പങ്കുവയ്ക്കുകയായിരുന്നു. തൂക്കുസഭ എന്നുള്ളൊരു പ്രതികരണം പോലും അവിടെ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ജനങ്ങളൊക്കെ ഇത് വളരെ സൂക്ഷ്മമായി തന്നെ, എപ്പോഴും കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ നിരീക്ഷിക്കുന്നതാണ്. രാഷ്ട്രീയം അതിൽ പ്രബുദ്ധരാണ്, നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്നുണ്ട്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിൽ നിന്നാണ് ശ്രീജിത്ത് ഉള്ളതെന്നാണ് നമ്മൾ കരുതുന്നത്. ശ്രീജിത്ത്, തൃശ്ശൂർ ജില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. അതിൽ നാട്ടികയൊക്കെ നമുക്കറിയാം, അവിടെ ഉണ്ടായിട്ടുള്ള നാടകീയ സംഭവ വികാസങ്ങൾ, ഒപ്പം തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. മണലൂരുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ നടക്കുന്ന ഇടം കൂടിയാണ് തൃശ്ശൂർ. അവിടെ LDFന് അവരുടെ ഒരു അപ്രമാദിത്വം നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യം, UDFന്റെ പ്രതീക്ഷകൾ എന്താണ്, ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ NDA എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ളത്. ഏതായാലും അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ എത്തുകയാണ്. ശ്രീജിത്ത്, വിവരങ്ങൾ പറയും. അനുജ, ഇനിയൊരു പ്രഡിക്ഷന് സമയമില്ല, മണിക്കൂറുകൾ മാത്രം. 7 മണിക്ക് സ്ട്രോങ് റൂം തുറക്കും. ഞാനിവിടെ ഒല്ലൂർ അതുപോലെ തന്നെ നാട്ടിക, മണലൂർ അടക്കം എണ്ണുന്ന തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 13ൽ 12 ചെങ്കൊടി ഏന്തിയ ഒരു മണ്ഡലങ്ങളാണ് തൃശ്ശൂർ ജില്ലയിൽ ആകമാനമുള്ളത്. അവിടെ നിന്നാണ് UDF ശക്തമായൊരു തിരിച്ചുവരവ് നടത്തുമെന്ന പ്രഖ്യാപനം നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ സസ്പെൻസ് നിലനിർത്തുന്ന മണ്ഡലങ്ങൾ ഇപ്പോഴുമുണ്ട്. നാട്ടികയിൽ എന്താകും വിധി, മണലൂരിൻ്റെ രാജാവ് ആര് വാഴും, മണലൂരിൽ രവീന്ദ്രനാഥോ അതോ TN പ്രതാപനോ അനീഷ് കുമാറോ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ പോലെ പറഞ്ഞതുപോലെ ശക്തമായ ത്രികോണ മത്സരം നടന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ എന്തായിരിക്കും വിധി എന്നതൊക്കെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തൃശ്ശൂർ തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. കരുണാകര പുത്രി പത്മജ വേണുഗോപാൽ കഴിഞ്ഞ തവണ UDF ടിക്കറ്റിൽ ആണ് മത്സരിച്ചതെങ്കിൽ അവർ അവിടെ തോറ്റുപോയെങ്കിൽ ഇത്തവണ അവരെ താമര ചിഹ്നത്തിൽ, താമര ടിക്കറ്റിൽ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായി അവർ വരികയാണ്. സ്വാഭാവികമായി അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായ ഒരു കാര്യവും. എന്തായാലും പത്മജ വേണുഗോപാലിൻ്റെ ക്യാമ്പ് ഇപ്പോൾ പറയുന്നത് UDFന്റെ പക്ഷത്ത് നിന്ന് ഒരുപാട് വോട്ടുകൾ തങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ 5000-ൻ്റെയും 8000-ൻ്റെയും ഇടയിൽ വോട്ടുകൾ കോൺഗ്രസ് UDF വോട്ടുകൾ തങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ 38,000-ഉം 5,000-ഉം കൂടി കൂട്ടിച്ചേർക്കുന്ന സമയത്ത് തങ്ങൾക്ക് വിജയിച്ചു കയറാം എന്നാണ് പത്മജ ക്യാമ്പ് ഇതിനകം തന്നെ പറയുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ ഏറ്റവും കുറവ്
കുറവ് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. അവിടെ എങ്ങോട്ടും നീങ്ങാമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഏറ്റവും അവസാന നിമിഷം 13ാം റൗണ്ടിലാണ് തൃശ്ശൂരുകാരുടെ പ്രിയപ്പെട്ട ബാലചന്ദ്രൻ എന്ന ബാൽസി ആ മേഖലയിൽ നിന്ന് വിജയിച്ച് കയറിയത്. 13ാം റൗണ്ടിൽ മാത്രമാണ് 3ാം സ്ഥാനത്തുണ്ടായിരുന്ന പി ബാലചന്ദ്രൻ കൃത്യമായ രീതിയിൽ വിജയിച്ച് വരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടത്. അത്തരത്തിലൊരു അട്ടിമറി ഉണ്ടാകുമോ എന്നുകൂടി സംശയിക്കേണ്ട ഒരു മണ്ഡലമാണ്. പക്ഷേ ട്രെൻഡ് UDF അനുകൂലമാണെങ്കിൽ UDF 5000-നും 10,000-നും ഇടയിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ. ഇനി നാട്ടികയിലേക്ക് വന്നാൽ നാട്ടിക ശക്തമായ ഇടത് വേരോട്ടമുള്ള മണ്ഡലമാണ്. പക്ഷേ അതിന് അപവാദം എന്ന തരത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ BJP മുന്നേറിയ മേഖലയാണ് അന്തിക്കാട് പോലുള്ള മോസ്കോ എന്ന് CPI-ക്കാരും CPM-കാരും ഒക്കെ വിളിക്കുന്ന ആ മേഖലയിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചു. അവിടെയാണ് CPI-യുടെ നിലവിലെ MLA ആയിരുന്ന CC മുകുന്ദൻ തന്നെ BJP ടിക്കറ്റിൽ NDA ടിക്കറ്റിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. അത് എത്രത്തോളം ആ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിലൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നത് കണ്ടറിയണം. കൊണ്ടുപിടിച്ച പ്രചരണമായിരുന്നു ആ മേഖലയിൽ പൂർണ്ണമായി നടന്നിരുന്നത്. CC മുകുന്ദനും അതുപോലെ തന്നെ ഗീതാഗോപി, നാട്ടികയിലെ ഇടത് സ്ഥാനാർത്ഥി ഗീതാഗോപിയും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരും ഒക്കെ ശക്തമായ പ്രചരണം നടത്തി. എന്തായാലും ഇടതുകോട്ട ഇളക്കാൻ കഴിയില്ല എന്ന് ഇടതുപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നു. കൂടാതെ അടുത്ത മണ്ഡലം സസ്പെൻസ് നിലനിൽക്കുന്ന മണ്ഡലമാണ് മണലൂർ. ഇടതുപക്ഷത്തിന്റെ 2 തവണയായി ഇടതുപക്ഷം ശക്തമായ രീതിയിൽ മത്സരിച്ച് വിജയിക്കുന്ന മുരളി പെരുന്നെല്ലിയെ പോലുള്ള ഒരു MLA ഉണ്ടായിരുന്നതാണ്. മുരളി പെരുന്നെല്ലി മാറി, 3ാം ടേമിന്റെ ഭാഗമായി മുരളി പെരുന്നെല്ലി മാറി. അവിടെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന തരത്തിൽ തന്നെയാണ് പ്രൊഫസർ C രവീന്ദ്രനാഥിനെ അവർ അവതരിപ്പിച്ചത്. പക്ഷേ അതിനൊക്കെ എത്രയോ മുൻപ് തന്നെ TN പ്രതാപൻ എന്ന കോൺഗ്രസിന്റെ മുൻ DCC പ്രസിഡന്റ്, മുൻ MP അവിടെ കളം പിടിച്ച് മത്സരത്തിനുള്ള എല്ലാ ഒരുക്കമാനങ്ങളും നടത്തിവെച്ചിരുന്നു. എന്തായാലും അവിടെ KK അനീഷ് കുമാർ എന്ന BJP-യുടെ മുൻ ജില്ലാ അധ്യക്ഷൻ കൂടി വന്നതോടുകൂടി ശക്തമായൊരു ത്രികോണ പോരാട്ടം എന്ന തരത്തിലേക്ക് ആ മേഖല മാറി. നമുക്കറിയാം, കിറ്റ് വിവാദമൊക്കെ ആ മേഖലയിൽ വലിയ തോതിലുള്ള ശക്തമായ പ്രചാരണ ആയുധമായി ഇരു മുന്നണികളും അതുപോലെ തന്നെ NDAയും ഒക്കെ കൊണ്ട് നടന്നിരുന്നു. എന്തായാലും ആ മണ്ഡലത്തിലെ വിധിയും അറിയാൻ ഇനി മണിക്കൂറുകളുണ്ട്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലം B ഗോപാലകൃഷ്ണൻ മത്സരിച്ച ഗുരുവായൂർ മണ്ഡലമാണ്. ഗോപാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വവും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സമയത്തെ ചില വിവാദ പ്രസ്താവനകളും ഒക്കെ തന്നെയാണ് ഏറ്റവും അധികം ചർച്ചയായത്. ഈ മണ്ഡലത്തിലെ വോട്ടുകൾ ആര് പിടിച്ചു, എത്ര കൂടുതൽ വോട്ടുകൾ, പെർസെൻറ്റേജ് വോട്ടുകൾ, അവിടുത്തെ സാമുദായിക വോട്ടുകൾ, അതൊക്കെയാണ് അവിടെ വിധി നിർണ്ണയിക്കുക. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 13-ൽ 12ഉം നിലവിൽ ഇടതുപക്ഷത്താണുള്ളത്. ഉറപ്പായും അതിൽ 4, 5, 6 സീറ്റുകൾ പിടിക്കുമെന്ന് DCC അധ്യക്ഷൻ പറയുന്നുണ്ട്. വളരെ വ്യക്തിപരമായി നമ്മോട് പറയുന്നത്, ഒന്നിൽ നിന്ന് എത്ര കൂട്ടിയാലും ഞങ്ങൾക്കത് ഗുണമാണ്. പക്ഷേ UDFന്റെ ഒരു തരംഗം വന്നാൽ കഴിഞ്ഞ തവണ LDF 12, UDF 1 എന്നത് കൃത്യമായ രീതിയിൽ അത് മറിച്ചാകും ഫലം. 12 സീറ്റ് UDF പക്ഷത്താകുമെന്നാണ് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞത്. KV അബ്ദുൽ ഖാദർ CPM ജില്ലാ സെക്രട്ടറി അത് പൂർണ്ണമായി തള്ളുകയാണ്. ചില മണ്ഡലങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഉറപ്പായും കഴിഞ്ഞ തവണത്തെ ആ ഒരു ലീഡ് നില അല്ലെങ്കിൽ ആ ഒരു മണ്ഡലങ്ങൾ പൂർണ്ണമായി നിലനിർത്താൻ കഴിയുമെന്ന് പറയുന്നു. എന്തായാലും ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. 7 മണിക്ക് ഈ സ്ട്രോങ് റൂം തുറക്കും. ബാലറ്റുകൾ കൊണ്ടുപോകും. പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും ആദ്യം എണ്ണുക. എന്തായാലും തൃശ്ശൂരിൻ്റെ ഫലം കേരളത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന, ഭരണമാറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ ഭരണ തുടർച്ചയുടെയോ ഗതി നിർണ്ണയിക്കുന്ന ഒന്നാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. GK അനുജ. ശരി, തൃശ്ശൂരിൽ നിന്ന് ശ്രീ ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.